മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി തുടരുന്നതിനിടെ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി വേങ്ങര ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. 1000-നടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ശൗചാലയങ്ങൾ മൊത്തം തകർന്ന അവസ്ഥയിലാണ്. മഴ പെയ്താൽ സ്കൂളിന് ചുറ്റും രൂപപ്പെടുന്ന വെള്ളക്കെട്ടിലേക്ക് ശൗചാലയത്തിലെ മലിനജലം ഒലിച്ചു വരുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. +1 സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച 2-അംഗ കമ്മീഷൻ സ്കൂളിലെത്തിയപ്പോഴായിരുന്നു വിദ്യാർത്ഥികൾ ഇക്കാര്യം റിപ്പോർട്ടറിനോട് പങ്കുവച്ചത്. +1 അധിക ഭാഷ അനുവദിക്കുന്നതിനായി സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ വിലയിരുത്താനായിരുന്നു ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാറും മലപ്പുറം RDD ഡോക്ടർ PM അനിലും വേങ്ങര ഗവൺമെന്റ് മോഡൽ VHSSലെത്തിയത്. അധിക ബാച്ചിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പറയാനുണ്ടായിരുന്നത് സ്കൂളിലെ അതിദയനീയ സാഹചര്യത്തെക്കുറിച്ചായിരുന്നു. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ടിൻ്റെ കോലും സ്കൂളിൻ്റെ മുറ്റൊക്കെ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് പഠിക്കാനെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. അല്ലാതെ വിദ്യാർത്ഥി ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു അന്തരീക്ഷമാണ്. പുറത്തിറങ്ങി ഞങ്ങൾ ഈ ചളിയിലൂടെ ചൂട്ടിയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് ഇതിന് മര്യാദക്കൊരു ചുറ്റുമതിലില്ല. നിങ്ങൾക്ക് ഇതൊന്ന് ശരിക്കൊന്ന് ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ചളിയിലൂടെ ഒക്കെ ചവിട്ടി പോകുമ്പോൾ നമ്മളിവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ ഇതൊക്കെ ക്ലിയർ ചെയ്യുമെന്നുള്ളതാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസമാകാനായി. ഇപ്പോഴിത് റെഡി ആയിട്ടില്ല. സ്കൂളിലെ ശൗചാലയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ പറയുന്നത് ഇങ്ങനെ. പിന്നെ ബാത്റൂം പറഞ്ഞാൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്നൊരു ബാത്റൂം നമ്മളിവിടെ ഏകദേശം 1000-ൻ്റെ അടുത്ത് കുട്ടികൾ VHS HSയും കൂടി കൂട്ടിയിട്ട് 1000-ൻ്റെ അടുത്ത് കുട്ടികളുണ്ട്. അവിടെ ആകെ 4 ബാത്റൂമേ ഉള്ളൂ. നിങ്ങൾക്ക് ബാത്റൂം ഷൂട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ബാത്റൂമിൻ്റെ അവസ്ഥ. അതിൻ്റെ ബാത്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കി നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മഞ്ഞപ്പിത്തം ബാധിക്കുന്നുണ്ട്, ഡെങ്കിപ്പനിയാണെന്നൊക്കെ എല്ലാവരും പറയും. അത് നേരെ ഓപ്പോസിറ്റ് നോക്കി വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ടാവും. ബാത്റൂമിൽ വെള്ളം വരെ ആയിക്കോ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾ സയൻസാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. സ്കൂളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷിർ, എന്നാലും വേങ്ങര സ്കൂളിലെ അവസ്ഥ വളരെ മോശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുബഷിർ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ടായിരിക്കും ഈ സ്കൂളിനോട് ഇത്ര വലിയ അവഗണന? 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്, നല്ല സ്കൂളാണ്. പക്ഷേ അതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാക്കിയത് ആരാണ് ഉത്തരവാദി? പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊന്നും ഇടപെടുന്നില്ലേ സർക്കാരും? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും ഇക്കാര്യത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് അതിൽ ഒരു തുകയായി വരേണ്ടത്. അവരുടെ ഇടപെടലാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. ഒരുപാട് വർഷമായി ഇത്തരത്തിലുള്ള സാഹചര്യം വേങ്ങര ഗവൺമെൻറ് HSSൽ ഉണ്ടെന്നുള്ളതാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്നലെ ഇത്തരത്തിൽ 2-അംഗ സമിതി സർക്കാർ നിയോഗിച്ച +1 സീറ്റ് പ്രതിസന്ധി പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച 2-അംഗ സമിതി മലപ്പുറം ജില്ലയിലെ 10ഓളം സർക്കാർ സ്കൂളുകൾ സന്ദർശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ ജില്ലയിലെ മേഖലയിലെത്തിയ സമയത്തായിരുന്നു വേങ്ങര സ്കൂളിലെ ഈ ഒരു അവസ്ഥ വിദ്യാർത്ഥികൾ വിശദീകരിച്ചത്. അവിടെ 1000-നടുത്ത് വിദ്യാർത്ഥികൾക്ക് ആകെയുള്ളത് 4 ശുചിമുറികളാണെന്ന്, ശൗചാലയങ്ങളാണെന്ന് ആ ഒരു വിദ്യാർത്ഥികൾ വിവരിക്കുന്നുണ്ട്. ആ ഒരു ശൗചാലയങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മളെടുത്ത സമയത്തും ഏറെ ദയനീയമായ കാഴ്ചയായിരുന്നു. 1000-ഓളം വിദ്യാർത്ഥികൾ 4 ശൗചാലയങ്ങൾ എന്ന് പറഞ്ഞാൽ 4 സെപ്പറേറ്റ് കെട്ടിടമെന്നാണോ പറയുന്നത്? 4 സെപ്പറേറ്റ് കെട്ടിടങ്ങളുണ്ട്, ബ്ലോക്ക് ഉണ്ടെന്നാണോ? 4 ടോയ്ലറ്റ് ബ്ലോക്കുകളാണോ? ഒരു കെട്ടിടത്തിനുള്ളിൽ തന്നെ 4 ശൗചാലയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നമുക്ക് മറ്റു ആളുകളുടെ സഹകരണമൊന്നും ഇല്ലാത്തതിനാൽ അത് പൂർണ്ണമായി അതെ അത്തരത്തിൽ 4 ശൗചാലയങ്ങളുള്ളത് പൂർണ്ണമായും വൃത്തിഹീനമായി കിടക്കുന്നു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മഴ പെയ്യുമ്പോൾ ആ സ്കൂളിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു വെള്ളക്കെട്ടിലേക്ക് ഈ ഒരു ബാത്റൂമിലെ ശൗചാലയത്തിലെ മലിനജലം ഒഴുകി വരുന്നുണ്ട്. ആ ഒരു വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. +1-ലും +2-ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കുറേ കാലങ്ങളായി അവർ അത് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവയൊക്കെ തന്നെ പരിഹരിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നു എന്നാണ് ഈ ഒരു കുട്ടികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. വർഷം 2 കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അവർക്ക് കൃത്യമായി ആർട്സും സ്പോർട്സും ഒന്നും തന്നെ അവിടെ സംഘടിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഒരു പ്രോപ്പർ ഗ്രൗണ്ട് എവിടെയില്ല എന്നുള്ളതാണ്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി സർക്കാർ സ്കൂളുകൾ, സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ സർക്കാർ സ്കൂളുകൾ കണ്ട റിസോർട്ടുകളായി തോന്നുമെന്ന് അദ്ദേഹം പറഞ്ഞ ഈ ഒരു സർക്കാർ സ്കൂളിന്റെ പട്ടികയിലൊന്നും സമീപകാലത്ത് ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്കൂളായി വേങ്ങര നഗരമധ്യത്തിലെ ഈ ഒരു സർക്കാർ കലാലയം മാറുന്നു എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടിയാണ് വേങ്ങരയിലെ MLA.
ആ നിലയിലൊരു ഇടപെടൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ മേഖലയിലെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ സമാനമായ അഭിപ്രായം തന്നെയാണുള്ളത്. നിരവധി വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു കലാലയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും പരിഗണനയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ നമ്മൾ ഇത് പെടുത്തുന്നു. ഈ വാർത്ത നമ്മൾ ഫോളോ അപ്പ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വാർത്ത നമ്മൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇത് നമ്മൾ വേങ്ങര MLA ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുന്നു. സർ, അങ്ങയുടെ മണ്ഡലത്തിലുള്ള ഈ സ്കൂളിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണിച്ചത്. പലതവണ അവർ അധികാരികൾക്ക് കത്തെഴുതി പ്രയോജനമൊന്നുമില്ലാത്തൊരവസ്ഥയുണ്ട്. MLAയുടെ ഫണ്ടെങ്കിലും ഉപയോഗിച്ച് അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. അവർക്ക് കൂടുതൽ ശുചിമുറികൾ വേണം. ഉള്ള ശുചിമുറികൾ പരിഷ്കരിക്കണം. അത് MLAയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ പെടുത്തുകയാണ്. മാത്രമല്ല 1000 കുട്ടികൾ പഠിക്കുമ്പോൾ 4 ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്കിപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ ഒരുമിച്ചായിരിക്കുമല്ലോ പുറത്തേക്ക് ഇറങ്ങുക. ഇവർ പുറത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് പറമ്പിൽ സാധിക്കേണ്ട അവസ്ഥയുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി അടക്കം, മഞ്ഞപ്പിത്തമടക്കം, ഇപ്പോഴത്തെ അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം വരുന്നൊരു സമയമാണ്. നമ്മുടെ കുട്ടികളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. നമ്മൾ ക്ലാസ് മുറികൾ സ്മാർട്ട് ആകുന്നു എന്നുള്ളത് നമ്മൾ പറയുന്ന ഘട്ടത്തിലും ശുചിമുറികളും സ്മാർട്ട് ആകേണ്ടതുണ്ട്. നല്ല മോഡൽ സെൻറ്ററുകളായിട്ട് മാറണം. അവർ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടിയാണ് എന്ന് ഓർക്കണം. മുതിർന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ കൃത്യമായും അവിടെ MLAയുടെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അധികാരികളുടെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മലിനജലം വന്ന് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കരുത്. നല്ല ശുചിമുറികൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ക്ലാസ് മുറി പോലെ നല്ല ശുചിമുറികൾ കൊടുക്കുന്നത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും.